മലയാള സിനിമയിലെ മറക്കാനാവാത്ത നിരവധി ഗാനങ്ങളുടെ സംഗീത സംവിധായകനാണ് ശ്യാം എന്ന ഡോക്ടർ സാമുവൽ ജോസഫ്. MS വിശ്വനാഥൻ്റെ ഓർക്കസ്ട്രയിലെ പ്രവൃത്തി പരിചയം ഈ പ്രതിഭാധനന് പശ്ചാത്തല സംഗീത സംവിധാനം നിർവഹിക്കുന്നതിന് സഹായകമായി. ശ്യാമിൻ്റെ പശ്ചാത്തല സംഗീത സബരിയിലൂടെ ഒരു അന്വേഷണം. സാറ് പഠിച്ചത് വയലിനായിരുന്നു. എൻ്റെ ഒറിജിനൽ ഇൻസ്ട്രുമെന്റ് വയലിൻ തന്നെ. അതിനു മുമ്പ് ഞാൻ ബുൽബുൽ താര വായിക്കും, പള്ളിയിൽ വായിക്കും. അതിനുശേഷം അച്ഛൻ ഒരു വയലിൻ മേടിച്ചു കൊടുത്തപ്പോൾ അപ്പോൾ ഞാൻ ഇയർ മ്യൂസിക്കിൽ വെച്ച് പള്ളിയിൽ വായിക്കും. അതിനുശേഷമാണ് ധനരാജ് മാസ്റ്റർ എടുത്ത് പോയത്. സിനിമയിൽ ഒരു വയലിനിസ്റ്റായിട്ട് എന്നാണ് ജോയിൻ ചെയ്തത്? സിനിമയിൽ ഞാൻ 1954 ചേർന്നു. അപ്പം ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഒരുപാട്. അത് ഒരു പ്ലഷറാണ്, ദൈവം കൊടുത്ത ഭാഗ്യമുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഞാൻ വയലിൻ വായിച്ചിട്ടുണ്ട്, ഓൾ ലാംഗ്വേജസ്. ആ കാലത്ത് സാറിൻ്റെ ഒരു ഫേവററ്റ് മ്യൂസിക് ഡയറക്ടർ ആരായിരുന്നു എന്ന് പറയാമോ? അതിൽ ഓരോരോ ആളെടുത്ത് ഓരോരോ കമ്പോസറെടുത്ത് ഓരോരോ കഴിവുണ്ടായിരുന്നു. ചിലർ നല്ലതുപോലെ പാട്ട് ലൈറ്റ് മ്യൂസിക്കായിട്ട് ചെയ്യും, ചിലപ്പോൾ ക്ലാസിക്കലിൽ നല്ല പാട്ട് കമ്പോസ് ചെയ്യും, ചില പേർ റീ റെക്കോർഡിങ് ടൈമിംഗ് എടുക്കുന്നതിൽ നല്ലതുപോലെ എടുത്ത് ചെയ്യും. സാറിൻ്റെ പാട്ടുകളെ പോലെ തന്നെ പ്രസിദ്ധമായിരുന്നു. എൻ്റെയൊക്കെ കോളേജ് ഡേയ്സിൽ ഞാൻ റീ റെക്കോർഡിങ് ഓർത്തിരിക്കുന്നത്, ഇപ്പോൾ CBI ഡയറി കുറിപ്പിലെ റീ റെക്കോർഡിങ് ഇപ്പോഴും നമുക്കറിയാം, അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ തൃഷ്ണ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുകൾ, അതിൻ്റെ റീ റെക്കോർഡിങ്. ശശിയേട്ടനായിട്ടുണ്ടായിരുന്ന ഒരു കോമ്പിനേഷനിൽ കുറേ അതിൽ പാട്ട് പോലെ തന്നെ റീ റെക്കോർഡിങ് ഹിറ്റായിരുന്നു സാർ. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഒരു സിനിമയിൽ റീ റെക്കോർഡിങ് ഒരു ബിറ്റ് ഭയങ്കര ഇഷ്ടമായ നമുക്കറിയാം അടുത്ത സാറിൻ്റെ സിനിമയിൽ ചിലപ്പോൾ അത് പാട്ടായിട്ട് വരുന്നു. അങ്ങനെ നമ്മളത് കാത്തിരിക്കുമായിരുന്നു. അതിനു മുൻപ് റീ റെക്കോർഡിങ്ങിൽ സാറിനെ ഇമ്പ്രസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയായിരുന്നു? 20th സെഞ്ച്വറിയിൽ, ഏർലി പാർട്ട് ഓഫ് 20th സെഞ്ച്വറിയിൽ ഈ സൈലൻറ്റ് മ്യൂസിക്കിന് കൂടുതൽ അതിൻ്റെ കൂടെ മ്യൂസിക് വേണമെന്ന് തോന്നി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇങ്ങനെ. അപ്പാർട്ട് ഫ്രം സോങ്സ് എന്താ ഫിലിമിൽ ജോലി വെച്ചാൽ റീ റെക്കോർഡിങ്. അപ്പോൾ റീ റെക്കോർഡിങ് ഈസ് ഓൺലി അബൌട്ട് മൂഡ്സ്, ഡിഫറെൻറ്റ് മൂഡ്സ് ആണ് അല്ലേ. കോളേജിൽ പഠിക്കുമ്പോഴേ ഇംഗ്ലീഷ് പിക്ചേഴ്സ് കൂടുതലായിട്ട് കാണും. ഓരോരോ ഫ്രൈഡേയിലും ഫസ്റ്റ് ഷോയിൽ ഞാൻ ഒരു തിയേറ്ററിൽ ഉണ്ടാവും. അതർ പാർട്ട് ഓഫ് ഇറ്റ് വേറെ റീ റെക്കോർഡിങ്ങിന് വെച്ച് ആനിമൽസിനെ കുറിച്ച് ഒരു പടം, ഹഥാരി എന്നൊരു പടം കണ്ട്. ഹഥാരി ഈ ഹഥാരിയിൽ എലിഫൻറ്റ് വാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു മ്യൂസിക് കിട്ടുന്നു. അത് ഇറ്റ് വാസ് വെരി ഫേമസ്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ വാസ് ഹെൻറി മൻസീനി. ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു 2-3 നൈറ്റ്സ് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അത്രമാത്രം ഞാൻ പിടിച്ചു ഇരുത്തിയത്. ആ ആൾക്ക് ഒരു കത്ത് എഴുതണമെന്ന് വെച്ചിട്ട്, അത് ഏതോ ഒരു പ്രൊഡക്ഷൻ ലൈക്ക് MGM കൊളംബിയ, അത് എന്തിനറിയില്ല, ഓർമ്മയില്ല. അത് വെച്ചിട്ട് പുള്ളിയുടെ പേര് എഴുതിയിട്ട് ഹെൻറി മാൻസിനെ വെച്ചിട്ട് പുള്ളിക്ക് ഒരു കത്ത് എഴുതി. റിപ്ലൈ വന്നിട്ട് അപ്പോൾ സ്ലോലി അപ്പോൾ ടച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ പുള്ളിയുടെ പടങ്ങൾ, ചില പടങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിക്കണമെന്ന് വെച്ചിട്ട് മ്യൂസിക് പഠിക്കണം, നല്ലതുപോലെ പഠിച്ചാൽ ഏത് ബുക്ക് ഫോളോ ചെയ്യണം. പുള്ളിയുടെ ബുക്ക് ഇപ്പോൾ സൗണ്ട്സ് ആൻഡ് സ്കോർസിന് ഒരു ബുക്ക് പുള്ളി റെക്കമെൻഡ് ചെയ്തു. ഇഗിൻ ബാത്തംസ് ആ ബുക്ക് വന്നു. പക്ഷേ അത് സ്റ്റാൻഡേർഡ് വാസ് ടു മച്ച്. ഞാൻ വന്ന് പക്ഷേ കുറച്ച് അറിഞ്ഞു. ഐ യൂസ് ടു കണ്ടിന്യൂ റൈറ്റിംഗ് ലെറ്റേഴ്സ്. അതിനുശേഷം പുള്ളി എവിടെ വന്നാലും നോക്കിയിട്ട് ഹെൻറി മാൻസിന് വന്നാൽ ഞാൻ പടം കാണും. പുള്ളിയുടെ പടങ്ങൾ ഒരുപാട്. ഷെറേഡ്, പുള്ളിയുടെ ആരബെസ്കിന് ഒരു പടം. ആരബെസ്കിൽ ഒരു സൂലിരുന്നിട്ട് അതും സസ്പെൻസ് തന്നെ ഓടുന്ന സീൻ വരുമ്പോൾ യൂഷ്വലായിട്ട് ഞാൻ കേട്ടതും കണ്ടതും ഒരു ഡിഫറെൻറ്റ് രീതിയിലായി ഞാൻ ഉത്തേജിച്ചു. അങ്ങനെയായിരിക്കുമെന്ന് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ആ പിക്ചറിൽ ഞാൻ കേട്ടപ്പോൾ ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്.
ഒരുപാട് ഓസ്കേഴ്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ വാസ് എ കമ്പോസർ, അറേഞ്ചർ ആൻഡ് കണ്ടക്ടർ. പുള്ളിയെ ഞാൻ കാണാൻ പോയിട്ട് അമേരിക്കപ്പോൾ ഞാൻ പോയപ്പോൾ അപ്പോൾ പുള്ളി പറഞ്ഞു കാണാൻ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തു. ഞാൻ പോകും മുമ്പ് ലാൽഗുഡി ജയരാമൻ, അവരും എൻ്റെ ഗുരുവാണ്. ലാൽഗുഡി ജയരാമൻ അവരും ഫ്ലൂട്ട് രമണി എൻ്റെ കലീഗായിരുന്നു സിനിമയിൽ വായിക്കുമ്പോൾ. ഞാൻ പറഞ്ഞു ഹെൻറി മാൻസിനി ഒരു കമ്പോസറുണ്ട്, അവർ കണ്ട ബെറ്റർ. ഞാൻ അഡ്രസ്സൊക്കെ കൊടുത്ത് പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു, ഹെൻറി മാൻസിനി അടുത്ത് പറഞ്ഞു ഫോൺ എല്ലാം എഴുതി, കത്തെഴുതി. അപ്പോൾ ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല, അങ്ങനെയാണ് കരുതിയപ്പോൾ ഇവർ പോയി കണ്ടിട്ട് ഞാൻ എടുത്ത് വന്നപ്പോൾ അവർ വലിയ മ്യൂസിക് ഡയറക്ടറാണ്. അവരുടെ ഓഫീസ് ഒരുപാട് 2-3 സ്റ്റോറി ബിൽഡിങ്ങാണ് അപ്പോൾ 85. ഇപ്പോൾ പുള്ളിയെ ഞാൻ കാണണം ഞാനും പോയപ്പോൾ ഐ വാസ് ഡിലേഡ് ബൈ 1 day. പുള്ളി കമ്പോസിങ്ങിന് പോയി. അവരൊക്കെ കമ്പോസിങ് പോയ 6 monthsന് ശേഷമേ തിരിച്ചു വരും. അവരുടെ അടുത്ത് സെക്രട്ടറി അടുത്ത് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഞാൻ വന്നാൽ ഞാൻ ജോസഫിന് പറയും, ഞാൻ ജോസഫിന് അപ്പോൾ വന്നാൽ ഇന്ത്യയിലെന്ന് വന്നാൽ ഇത് കൊടുക്കുന്ന ഒരു കാസറ്റ് എടുത്ത് കൊടുത്തു. ഇതാണ് പുള്ളിയുടെ കാസറ്റ്. അപ്പോൾ പുള്ളിയുടെ കോമ്പോസിഷൻ. പിന്നെ അതിനുശേഷം എപ്പോഴും ഞാൻ കോൺടാക്ട് ചെയ്യും. ഈ റീ റെക്കോർഡിങ്ങിനെ കുറിച്ച് ഫസ്റ്റ് ആദ്യം ഒരു റഷ്യൻ കമ്പോസർ അലക്സാണ്ടറും പിന്നെ ഒരു ബേൺസ്റ്റീൻ, എൽമർ ബേൺസ്റ്റീൻ, അവർക്ക് ഫിലിംസ് അമേരിക്കൻ, പിന്നെ ബാക്സീൻ പറഞ്ഞിട്ട് ബ്രിട്ടീഷ് കമ്പോസ്, ഇവരൊക്കെ. എൽമർ ബേൺസ്റ്റീൻ 10 Commandments അത് നിങ്ങളറിയും. അത് എത്ര മാത്രം അത് മ്യൂസിക് ഇതൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ട് ഫുൾ ഓർക്കസ്ട്ര വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ട് സാറ് സലിൽദേവനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതെ അതെ. ഈ ചെമ്മീനൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. ചെമ്മീൻ ചെയ്യുമ്പോഴാണ് ഞാൻ അവരുടെ അടുത്ത് വയലിനിസ്റ്റ് ആയിരുന്നു. ആ ലാസ്റ്റ് സ്റ്റേജസാണ് എൻ്റെ RK ശേഖർ അപ്പോൾ ബിസിയായിരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമി എടുത്തും ദേവരാജ മാസ്റ്റർ എടുത്തും അവർ ജോലി ചെയ്തത്, ബാബുരാജ് എടുത്തും. അപ്പോൾ പുള്ളിക്ക് ടു ബിസി. അപ്പോൾ എന്നെ കൊണ്ടാക്കി അവിടെ. ശേഖരന് വിളിച്ചാൽ ഞാൻ ഇവിടെ പോയിട്ടുണ്ട്, നീ എന്നെ വിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന്, നീ പോയിട്ട് കുറച്ച് സഹായിക്കണം. ഇങ്ങനെയാണ് ഞാൻ അവരുടെ അടുത്ത് സലിൽദാരുടെ അടുത്ത് വന്നത്. അപ്പോൾ സലിൽദാരുടെ മ്യൂസിക്കും അവരുടെ റീ റെക്കോർഡിങ് കപ്പാസിറ്റി ഒരുപാടുണ്ട്. പുള്ളി ഹാഡ് എ ബുക്ക് മൂഡ്സ് ഓൺ മൂഡ്സ്. തമിഴിൽ ഞാൻ MSV എടുത്ത് അവസാനം ഒരുപാട് ആൾക്കാർക്ക് വായിച്ചിട്ടുണ്ട്. അവസാനം MSVക്കാണ് ഞാൻ വായിച്ചത്. MSV വിശ്വനാഥൻ രാമൂർത്തി. ആ കാലഘട്ടത്തിൽ പുള്ളി പാന്ന് പറഞ്ഞിട്ട് എല്ലാം പാലും പഴവും, പാകപ്പിരിവിനെ, പാസമലർ, ഇതുപോലെ ഒരുപാട് പടങ്ങൾ. ഇതൊക്കെ നല്ല റീ റെക്കോർഡിംഗ് ഉള്ള പടങ്ങൾ. പടം കണ്ടിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ മറക്കാൻ പറ്റില്ല ഇതൊക്കെ. അതുപോലെ പീസസ്, സോ ഇറ്റ് വിൽ ഹോണ്ട് യു. അതുപോലെ പീസസാണ്. ചേസ് എ ക്രിക്കറ്റ് ഷാഡോ ഒരു പടം വന്ന് അത് കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ചേസ് എ ക്രിക്കറ്റ് ഷാഡോ, അത് ബ്യൂട്ടിഫുൾ റീ റെക്കോർഡിംഗ് പിക്ചർ. പാച്ച് ഓഫ് ബ്ലൂ എന്നൊരു പടം. അത് അബൌട്ട് 4 blind പീപ്പിൾ. അവർ നല്ല ആൾക്കാരില്ല, പക്ഷേ ആയാലും ഫ്രണ്ട്സ് പോലെ റോഡ് ക്രോസ് ചെയ്ത് അവർ മർഡറൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ ഒരു കൂട്ടുകാരാണ്. അപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇവർ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഡിഫറെൻറ്റ് റീ റെക്കോർഡിങ്ങാണ് ഞാൻ കേട്ടത്. ഞങ്ങൾ ചെയ്ത കാലഘട്ടത്തിൽ ഇലക്ട്രിസിറ്റി ഫെയിലിയർ, തിരിച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കറണ്ട് വന്നതിന് ശേഷം ഇതൊക്കെ ഇപ്പോൾ വേഗം ഫാസ്റ്റായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് സമയം നോക്കിയാൽ അത് സൈക്കോളജിക്കലി ഇറ്റ് വിൽ അഫക്ട് ദി കമ്പോസർ ഓൾസോ. അതുപോലെ പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. സാറിൻ്റെ മലയാളം സിനിമകളിലേക്ക് വരാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഈ പാട്ടുകളില്ലാത്ത സിനിമകൾ, റീ റെക്കോർഡിങ് മാത്രമുള്ള സിനിമകൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് സാറായിരിക്കും. പാട്ട് ചെയ്യുമ്പോൾ റീ റെക്കോർഡിങ് കുറിച്ച് ചെയ്തിട്ടുണ്ട്, അത് ഓക്കെ. പക്ഷെ ഞാൻ ബിഗിനിങ്ങിലെ റീ റെക്കോർഡിങ്ങിന് ഞാൻ ആദ്യത്തെ പടം മാനേഷി വിശ്വാമിത്രന്, അതിനുശേഷം റീ റെക്കോർഡിങ് ചെയ്ത അതിനുശേഷം പടങ്ങൾ വന്നപ്പോൾ
ഒരു കൊല്ലം ആക്ച്വലി ഓവർ ബിസി ആയിപ്പോയി. അപ്പോൾ മൈൻഡ് ടയേർഡ് ആയിപ്പോയി. ആയാലും വി ഹാഡ് ടു ഡു പടങ്ങൾ ചെയ്താകണം അല്ലേ. അപ്പോൾ റീ റെക്കോർഡിങ് വരുമ്പോൾ ടയേർഡാവും. എന്ന് വെച്ചാൽ ഫുൾ റീ റെക്കോർഡിങ് നമ്മൾ നോക്കിയിട്ട് അപ്പോൾ ശശിൻ്റെ പടത്തിൽ കൂടുതൽ. അപ്പോൾ ആ കൊല്ലം ഒരു 22 പടങ്ങൾ ചെയ്തു. എല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന് അതിന് പാട്ട് ചെയ്യാൻ പറ്റില്ലെന്നോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലെന്നോ അദ്ദേഹം പറഞ്ഞില്ല. അതും ഏറ്റെടുത്തിട്ട് പുള്ളി കണ്ടമാനം വർക്ക് ചെയ്യുക. ഒരു റീ റെക്കോർഡിംഗ് ഒക്കെ ചിലപ്പോൾ അന്ന് ഒരുപാട് ധാരാളം സിനിമകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു റീ റെക്കോർഡിങ് തീരുന്ന സ്ഥലത്തു നിന്ന് തന്നെ ആയിരിക്കും അടുത്ത റെക്കോർഡിങ് സ്റ്റുഡിയോയിലേക്ക് അദ്ദേഹം പോകില്ല. അപ്പോൾ രാത്രിയൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്ത്, കാരണം റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടായിരിക്കും സിനിമ റീ റെക്കോർഡിങ്ങും മറ്റുമൊക്കെ അന്നേരം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ വളരെ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുക, എഗെയിൻ രാവിലെ വീണ്ടും ഒരു കമ്പോസിങ്ങിന് പോകേണ്ടി വരിക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പല ദിവസങ്ങളിൽ അദ്ദേഹം ഉറങ്ങി വണ്ടി ഓടിച്ച് ചില ആക്സിഡൻറ്റിലൊക്കെ പെട്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി വർക്കിനോട് ആളുടെ നോ പറയാനുള്ളൊരു മടി, കാരണം ആരെയും ദേഷ്യത്തോട് അദ്ദേഹം സംസാരിച്ചൊരിക്കലും കണ്ടിട്ടില്ല. റീ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാമെന്ന് ഇപ്പോൾ മാമ്പലം പോയി. ഞാൻ ടി നഗറിലായിരുന്നു എൻ്റെ വീട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ സെൽഫ് ഡ്രൈവിംഗ് ആണ്. തിരിച്ച് വരുമ്പോൾ ഉറങ്ങിപ്പോയി കാറിൽ. അപ്പോൾ ഈ കോടമ്പാക്കം ബ്രിഡ്ജല്ലേ, അതിൻ്റെ മുകളിൽ വരുമ്പോൾ വേറെ ഒരു സൈഡിലെ കാർ ഇങ്ങനെ പോയി. അപ്പോൾ പല പേര് ശബ്ദം കേട്ടു. അപ്പോൾ ശബ്ദം കേട്ട് ഉണർന്നു പോയി. പിന്നെ ലെഫ്റ്റിൽ തിരിച്ച് ദേവാദിനം കൊണ്ട് അവിടെ എസ്കേപ്പായി. പിന്നെ ശരി ഏതോ പ്രോബ്ലം വരുന്ന അറിഞ്ഞിട്ട് ശരി ഇവിടെ തന്നെ AVM അല്ലേ പോവാന്ന്. AVM പോയി. AVM അകലത്ത് പോയിട്ട് RR തിയേറ്ററിൽ സി തിയേറ്ററിൽ പോകുമ്പോൾ RR തിയേറ്റർ ഉണ്ടല്ലോ, RR തിയേറ്ററിൽ ഒരു പോസ്റ്റ് ഉണ്ടായത് അടിച്ചു ഇവിടെ ചാടി. അതൊക്കെ സ്റ്റെയറിങ് അടിച്ചു. ഇപ്പോൾ പുറത്ത് വരാമ്പോൾ അങ്ങനെ ഒരു കഷ്ടമായിപ്പോയി. ഒന്നും മിണ്ടാൻ പാടില്ലായിപ്പോയി. പുറത്ത് വന്നിട്ട് വന്നപ്പോൾ എല്ലാം ശബ്ദം ഹോൺ സ്റ്റക്കപ്പായി അപാനൊത്ത ശബ്ദം അപ്പോൾ എല്ലാം ഓടി വന്ന്. അപ്പോൾ തിരിച്ച് ഇവിടെ ശശിയുടെ റീ റെക്കോർഡിങ്. അപ്പോൾ കുട്ടപ്പൻ ജോൺ പ്രൊഡ്യൂസർ അവർ വന്നു. അതെ, ജിയോ. അപ്പോൾ പുള്ളി അവിടെ വന്നിട്ട് അവർ ജപ്പാനിലെ ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഒരു പ്ലാൻ ചെയ്തിട്ട് ശ്യാം വളരെ ഇതായിപ്പോയി, ഓവർ ടയർഡായിപ്പോയി, യു ഷുഡ് ഹാവ് എ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്നെയും കൊണ്ടുപോയി. പുള്ളി യേശുദാസിനെ കാണുന്ന അതേ കണ്ണുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരെയും കാണുന്നത്. കാരണം പുള്ളിക്ക് അങ്ങനെ പ്രത്യേകത ഇല്ലായിരുന്നു. വലുപ്പം, ചെറുപ്പം, ഒരു ചെറിയൊരു സിംഗറായ നമ്മുടെ അടുത്തും ദാസേട്ടന് കൊടുക്കുന്ന അതേ സ്നേഹം ഇതൊക്കെ തന്നുകൊണ്ടാണ് പുള്ളിയുടെ പെരുമാറ്റം ഉണ്ടായിരുന്നത്. അങ്ങനെ നമുക്കെല്ലാവർക്കും പുള്ളിയോട് വളരെ അടുപ്പമായിരുന്നു. പുള്ളിയുടെ വർക്കെന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനില്ല. പുള്ളി വെസ്റ്റേൺ മ്യൂസിക്കിലുള്ള ആ അവഗാഹം പോലെ തന്നെ ശാസ്ത്രീയ സംഗീതത്തിലും പുള്ളിക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലാൽഗുഡി ജയറാമിൻ്റെ ശിഷ്യനായിരുന്നു വയലിനിൽ. ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു HMIയുടെ ആ കാലത്തെ ഒരു റെക്കോർഡ് തന്നെയുണ്ട്, മറ്റേ തില്ലാനകളുടെ ഒരു റെക്കോർഡുണ്ട്. അത് ലാൽഗുഡി ജയറാമൻ വായിച്ചിട്ട് ശ്യാം സാറാണ് അതിൻ്റെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതിപ്പോഴും നമ്മുടെ ഈ പല പരിപാടികളിലും ആ തില്ലാനകൾ വയലിൻ ഇട്ടിട്ട് കാരണം ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് വെസ്റ്റേൺ ആണ്. അന്ന് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആരും ആലോചിക്കാതിരുന്ന സമയത്താണ് ശ്യാം സാറാണ് അത് ചെയ്തിട്ടുള്ളത്. അത് അത്രയും ജ്ഞാനമുള്ള ഒരു മനുഷ്യനായിരുന്നു.